ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കിന് നമ്മൾ കുറച്ച് ഗ്രാമ്പൂവും കറിവേപ്പിലയും പട്ടയും എല്ലാം കൂടെ ചേർത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കുന്നവരെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇച്ചിരി വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞതിട്ട് കൊടുക്കുക, 2-3 അല്ലി. പിന്നെ കുറച്ച് ചെറിയൊരു കഷ്ണം ഒരു ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുക്കുക. അതിനുശേഷം അത് ചെറുതായിട്ടൊന്ന് മൂത്തിട്ട് ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിക്കുക. ചെറുതായിട്ട് പച്ചമണം ഒന്ന് മാറണം. അതിനുശേഷം നമ്മളൊരു ഇടത്തരം ഒരു സവോള അതരിഞ്ഞത് എടുത്തിട്ട് കൊടുക്കുക. സ്റ്റൂ വെക്കാനല്ലേ, അപ്പോൾ അധികം സവോളയുടെ ആവശ്യമില്ല. ഒരു ചെറിയൊരു സവോള, ഒരുപാട് ചെറുതായി പോകരുത്, ഇടത്തരം ഒരു വലിപ്പമുള്ളൊരു സവോള നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ കൂടെ നന്നായിട്ട് വഴറ്റി ചെറുതായിട്ട് എൻ്റെ ഒരു ചെറുതായിട്ടൊന്ന് മൂപ്പാകുമ്പോഴത്തേക്കിന് അതിനകത്ത് കുറച്ച് 2-3 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുക. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച്, എനിക്ക് ഇപ്പം എരിവ് അത്യാവശ്യം എനിക്ക് വരും. കാരണം നമ്മൾ സ്റ്റൂ വെക്കുമ്പോൾ അതിനകത്ത് നമ്മൾ വേറെ മുളക് പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല എരിവിന് വേണ്ടിയിട്ട്. അപ്പം പച്ചമുളകിൻ്റെ കുരുമുളക് പൊടിയുടെയൊക്കെ ഒരു എരിവേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം എരിവുള്ള 5-6 മുളക് എടുത്ത് ഇടുന്നുണ്ട് അതിനകത്ത്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ മുളക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടതൊന്ന് മൂപ്പിച്ചിട്ട് അതിനുശേഷം അതിനകത്ത് ഒരു ഇടത്തരം ഒരു വലിയ ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ കൂടെ വഴറ്റുക. നല്ലപോലെ വഴറ്റിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം നമുക്ക്. ഏകദേശം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇരിപ്പുണ്ട്, ചിക്കൻ ഇട്ട് കൊടുക്കാം. 1/2 കിലോ ചിക്കൻ എടുക്കുന്നുള്ളൂ, ഞാൻ ചെറുതായിട്ട് കുറച്ചേ വെക്കുന്നുള്ളൂ. അപ്പം അതനുസരിച്ച് നിങ്ങളുടെ ആളെണ്ണം എങ്ങനെയാണോ അതിനനുസരിച്ച് വെക്കുക. അപ്പം ഞാൻ 1/2 കിലോ ചിക്കനേ ഇടുന്നുള്ളൂ. ആ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചിക്കൻ അതിനകത്തോട്ടിട്ട് നന്നായിട്ട് ആ ഉള്ളിയിലുമൊക്കെ സവോളയിലൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം കിഴങ്ങ്, ഓൾറെഡി ഞാൻ കിഴങ്ങ് വേവിച്ച് വെച്ചേക്കുവാണ്. കാര്യം രാവിലെ എഴുന്നേറ്റ് നമുക്ക് ജോലിക്കൊക്കെ പോകുന്ന ഹസ്ബൻഡ് ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ വെന്ത് വരുമ്പോഴും സമയമാകും. അപ്പോൾ അതുകൊണ്ട് വേവിച്ച് വെച്ചു. പിന്നെ നമ്മൾ 2ാം പാൽ, അതായത് തേങ്ങാപ്പാൽ 2ാം പാൽ പിഴിഞ്ഞത് അതിൻ്റെ കൂടെ ഒഴിച്ചു. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഉപ്പൊന്നിട്ട് കൊടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടൊന്ന് അടച്ച് വെക്കുക. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി തേങ്ങാപ്പാലൊക്കെ ഒന്ന് പറ്റി നന്നായിട്ട് വരും. അപ്പോൾ തുറന്ന് അതിനകത്ത് ഇപ്പം കുരുമുളക് പൊടി 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കുരുമുളക് പൊടി എരിവനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. ഒരുപാടായി പോകരുത്, ചെറിയൊരു ചുവ വരും. ഒരുപാട് ഗരം മസാല ഒരുപാടാകരുത്. അതിനുശേഷം നമ്മൾ 1ാം പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് തേങ്ങാപ്പാൽ, 1ാം പാൽ പിഴിഞ്ഞ് വെച്ചേക്കുന്നത് അത് അതിനകത്ത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ചേർത്തതിന് ശേഷം പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തീ മീഡിയം ഇതിലിടുക. കാരണം പിന്നെ തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ തേങ്ങാപ്പാലായതുകൊണ്ട് പിരിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് തീ മീഡിയം ഫ്ലേവറിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിന്ന് സ്റ്റൂവും പാലപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാലപ്പവും സ്റ്റൂവാണ് രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. സ്റ്റൂവൊക്കെ നന്നായിട്ട് തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് കുറുകി കറിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. കണ്ടോ?